വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. നിങ്ങളൊക്കെ കുറച്ച് നാളുകളെ ജീവിച്ചിട്ടുള്ളൂ. 20 വയസ്സാകാം, 25 വയസ്സാകാം. അധികം പ്രായമൊന്നുമായിട്ടില്ല. കാര്യമായ തെറ്റുകളൊന്നും ചെയ്തോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ഒരു രീതി എന്ന് പറയുക, ഞാൻ പോന്ന പാതകളിൽ ചെയ്ത തെറ്റുകളാകാം. ചിലപ്പോഴത് മദ്യപാനമാകാം, മയക്കുമരുന്നിൻ്റെ ഉപയോഗമാകാം, ജീവിതത്തിൻ്റെ നിർമ്മലതകൾ തകർത്തതാകാം, അസൂയാകാം, വെറുപ്പാകാം, മറ്റുള്ളവർക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയതാകാം, ഇതൊക്കെയാകാം. അത് ഒരു ഗൗരവമായ കാര്യമായി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനമായ ലക്ഷ്യം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചില ആരെങ്കിലും നേഴ്സിംഗ് പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ഒരു ചെറിയ മുഴയുമായിട്ട് ഡോക്ടറെ കാണാൻ പോയാൽ അത് അപകടകരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ബയോപ്സി എടുപ്പിക്കും. ആ ബയോപ്സിയിൽ പറയും ഈ വ്യക്തിക്ക് ക്യാൻസറിൻ്റെ ആരംഭമുണ്ട്. പിന്നെ ഗംഗാധരനെ പോലുള്ള ഡോക്ടേഴ്സ് നോക്കുക, ആ ക്യാൻസറിനുടനെ റേഡിയേഷനിലെ കീമോ കൊടുക്കാനായിട്ടല്ല, അവരതിൻ്റെ പ്രൈമറി സോഴ്സിലേക്ക് പോകും. ആത്യന്തികമായിട്ട് പ്രൈമറി സോഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻ്റെ ഉള്ളിലേക്ക് ഈ അസൂയ, ഈ വെറുപ്പ്, ഈ ശക്തി, അത് കാമത്തിൻ്റെ ശക്തിയാകാം, ഏതിൻ്റെ ശക്തിയാകാം, അത് എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തി കഴിയുമ്പോഴാണ് നമുക്കതിനെ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എൻ്റെ അനുജന്മാരും അനുജത്തിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരിക്കൽ നടക്കുന്ന കാര്യമല്ലത്. അത് ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഈശോയുടെ പ്രലോഭനത്തെക്കുറിച്ച് പറയുക, നമ്മൾ വിചാരിക്കുക 40 ദിവസം കർത്താവ് ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ 3 കുഞ്ഞു പ്രലോഭനങ്ങൾ. അതല്ല, യേശുവിൻ്റെ ജീവിതകാലത്തിലെ മരണം വരെ ഉണ്ടായ നിരന്തരമായ മനുഷ്യ മനസ്സിൻ്റെ തീരാത്ത വിഹ്വലതകളാണ് മത്തായി ശ്ലീഹ പറയുക. ആദ്യമായിട്ട് നമ്മുടെ ഈ ലോകത്തിലുള്ള ദൈവശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും, വലിയ വലിയ തത്വചിന്തനമുണ്ടായിട്ടുണ്ട്, മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ അത് എവിടെയാണെന്ന് അറിയാൻ സാധിക്കില്ല, ഇവിടെ എവിടെയോ ഒരു തീരാത്ത ദാഹവുമായിട്ടാണ് നമ്മൾ നടക്കുക. അവർ പറയുക, ദർ ഇസ് എ ലോങ്ങിങ്. എന്തിനോ വേണ്ടിയുള്ളൊരു ദാഹമാണിത്. എന്താണ് നമുക്ക് മനുഷ്യർക്ക് അറിയാൻ പാടില്ല. അറിയാമായിരുന്നെങ്കിൽ നമ്മളത് ശമിപ്പിച്ചേനെ. ഞാനൊരിക്കൽ ഈ നടക്കാൻ പോയ വഴി നമ്മുടെ ലിസിയുടെ അടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ശേലാണ്. 4-5 വയസ്സുള്ള പിള്ളേരെ തട്ടമൊക്കെ ഇട്ട് ഈ കൊച്ചു പിള്ളേർ തൊപ്പിയൊക്കെ വെച്ച് പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞാൻ അകത്തേക്ക് കയറി, അവിടെ ഒരു മുക്രി ഉണ്ട് ഇവിടെ. ഞാനത് ചോദിച്ചു, ഇവിടെ നിങ്ങൾ എന്നെ ഈ പിള്ളേരുമായിട്ട് എന്നെ ഈ പരിപാടി എന്ന് ചോദിച്ചു. കൊച്ചു പിള്ളേരെ നമ്മുടെ വീടുകളിലവരെ കൈകാര്യം ചെയ്യാൻ പോലും പ്രയാസമാണ്. അപ്പോൾ അത് പറയാം, അദ്ദേഹം എന്നെ അറിയും, അദ്ദേഹം തിരുമേനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തിരുമേനി എങ്ങനെയാണ് സംസാരിക്കുന്നത്? അപ്പം നമ്മുടെ അറിവുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ നാവ് കൊണ്ടാണ് സംസാരിക്കുക. പറഞ്ഞു അങ്ങനെയല്ല, അങ്ങനെയല്ല തിരുമേനി, അങ്ങനെയല്ല. അദ്ദേഹം പറയുകയാണ്, നാവ് ഒരു ഉപകരണമാണ്. തിരുമേനി സംസാരിക്കുന്നത്, തിരുമേനിയുടെ ചുണ്ടിൽ നിരന്തരമായിട്ട് ഉമിനീര് വരുന്നുണ്ട്. ആ ഉമിനീര് നിരന്തരമായിട്ട് വരുന്നത് കൊണ്ടാണ് നാക്ക് പ്രവർത്തിച്ച് സംസാരിക്കുക. നിങ്ങൾക്കറിയാം, ആളുകൾ മരിക്കുന്ന സമയമാകുമ്പോൾ ആ ചുണ്ട് വരളുകയും നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുക, ഒരിച്ചിരി വെള്ളമെടുത്ത്, നിങ്ങൾ കണ്ടിട്ടുള്ള സംശയമുണ്ട്, അല്ലെ പഞ്ഞിയിൽ
നമ്മൾ ചുണ്ട് നനപ്പിച്ചുകൊണ്ടിരിക്കും. ചുണ്ടിലെ ഒരു സമയം വരെ നമ്മൾ സംസാരിക്കാൻ പോകുന്നവർക്കറിയാം, നമ്മുടെ ചുണ്ട് വരണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹോപ്പില്ല, സംസാരിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുകയായിരുന്നു, തിരുമേനിയുടെ ചുണ്ടിലെ ഉമിനീര് വന്ന് ചുണ്ടിനെ നനച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ നാമം നിരന്തരമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ചുണ്ടിലുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നാമം നമ്മുടെ ചുണ്ടിലുണ്ടായിരിക്കണം. അപ്പൊ അവരതിശയിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള ദാഹം നമ്മളത് കണ്ടെത്തിയിട്ട് അതൊരു ഏക്കെന്ന് പറയും. അത് ഏക്കെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മനോഹരമായൊരു ഒരു വാക്കാണ്. എന്തോ ഒരു വേദന, അതെന്താണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എവിടെയോ നമ്മൾ ഈസ്റ്റർ ഞായറാഴ്ച എല്ലാവരും വീട്ടുകാരെല്ലാവരും ഉണ്ട്, സുന്ദരമായിട്ടിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ട് അതിനുശേഷം നല്ലൊരു സിനിമ നമ്മൾ കാണാൻ പോവുകയാണ്. എങ്കിലും ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ട്. BSc നേഴ്സിങ്ങിന് പഠിക്കുന്നു, നമ്മൾ സ്റ്റേറ്റിൽ MG യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഗോൾഡ് മെഡൽ കിട്ടിയെങ്കിലും എന്തോ ഒരു കുറവുള്ളതുപോലെ നമുക്ക് തോന്നുന്നു. ആ കുറവ് ആ നിരന്തരമായിട്ട് മനുഷ്യജാതിയെ പിടിച്ചെടുക്കുന്ന ഒരു കുറവായിട്ട് പറയുകയാണ്. അപ്പൊ ഈ ലോങ്ങിങ് രണ്ട് രീതിയിലാകാം. അതൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ലോങ്ങിങ് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ആളുമായിട്ട് നമ്മൾ ഒന്നാകാനായിട്ടുള്ള വലിയൊരു ദാഹം നമ്മളിലുണ്ട്. ചെറുപ്പക്കാർക്ക് ഇങ്ങനെ മനുഷ്യരെ തേടി പോകുക, ഇണകളെ തേടി പോകുക, മനുഷ്യ മനസ്സിൻ്റെ ആ തീരാത്ത വേദനയാണിത്. ഞാൻ ഏകയാണ്, ഞാൻ ഏകനല്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നമ്മൾ തേടിപ്പോകുന്നൊരു യാഥാർത്ഥ്യമാണിത്. ഇതിനെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് പഠിച്ച ഒരാൾ സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഫ്രോയിഡ് മനഃശാസ്ത്ര രംഗത്ത് അറിയപ്പെടുന്ന വലിയൊരു ഗുരുവാണ്. ഇന്നുവരെ നടത്തിയ എല്ലാ പഠനങ്ങളിൽ വെച്ച് ഇത്രമാത്രം അദ്ദേഹം ഒരു യഹൂദനായിരുന്നു കേട്ടോ, ഒരു ജീനിയസ് ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ ദാഹം എന്ന് പറയുക, ഈ ദാഹം ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയുള്ള ദാഹമാണിത്. ആഹാരം കഴിക്കാനായിട്ടുള്ള ദാഹം, കുടിക്കാനായിട്ടുള്ള ദാഹം. നമ്മൾ ചിലപ്പോഴും ഈ നാഷണൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, 200 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വണ്ടി ഓടിച്ചു പോകുക. നമ്മുടെ ഈ ദാഹത്തിന്റെ ഒരു ഭാഗമാണിത്. ഒരു സുഖം കിട്ടുവാനായിട്ട് അത് ഓടിക്കുന്നതിൽ അതിലുണ്ടാകുന്ന ഒരു എക്സലറേഷൻ ഉണ്ട്. ആ എക്സലറേഷനാണ് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ ചില അപ്പച്ചന്മാർ അമ്മച്ചിമാർ രാവും പകലും മുഴുവൻ ജോലി ചെയ്യുന്നത് ആ പൈസ കിട്ടുമ്പോഴേ അത് ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സുഖം, ഒരു പ്ലഷർ, അത് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അതിനെയൊന്നും നിരോധിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഈ സുഖത്തിന് വേണ്ടിയുള്ള തീരാത്ത ദാഹം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ആത്മാവിലുണ്ട്. അതാണ് നമ്മളെ മുന്നോട്ട് ചലിപ്പിക്കുന്നതായ ഒരു ശക്തി. അതുകൊണ്ടാണ് ഇതിനെ ഒന്നും നമ്മൾ വേണ്ട എന്ന് വെക്കരുത്. അതൊരു ശക്തിയാണ്. ആ ശക്തിയെ സംബന്ധിച്ച് പിന്നീട് വന്ന ആൾക്കാർ, എറിക് ഫ്രോമിലെ പോലുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഈ ശക്തി എന്ന് പറയുക എൻ്റെ ഐഡന്റിറ്റി ഞാൻ തിരിച്ചറിയുവാനായിട്ടാണ്, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാനായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഞാൻ ആരാണ്. നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ വീട്ടിൽ ഞാൻ ആരാണെന്ന് നമ്മൾ ചോദിക്കും. അത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. നമ്മുടെ വലിയൊരു ആഗ്രഹം, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു ആൺകുട്ടിയാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥത നമുക്കുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്? എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ആരാണ് എന്നെ സ്നേഹിക്കുന്നത്? ഞാൻ ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ആളാണോ? ഒത്തിരിയേറെ ചോദ്യങ്ങളുമായിട്ടാണ് യുവജനങ്ങൾ വരിക. ആ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അത് വെറുതെയുള്ള ചോദ്യങ്ങളല്ല. എനിക്ക് പട്ടം കിട്ടിയിട്ട് 37 വർഷങ്ങളായി. ഇന്ന് ഞാൻ ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കുന്ന ആൾത്താർ നിൽക്കുമ്പോൾ, കർത്താവേ ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? ഞാൻ എന്തിനാണ് വചനം പ്രസംഗിക്കുന്നത്? ഞാൻ എന്തിനാണ് കുർബാന ചെല്ലുന്നത്? അപ്പം അത് ഒരു പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാമമുണ്ട്. നമ്മൾ കാമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഉടനെ തന്നെ ഒരു സെക്ഷുവാലിറ്റി, ലൈംഗികത, അതല്ല. ആ കാമമല്ല കേട്ടോ. ആ കാമം ഏറ്റവും ശക്തമായിട്ട് പ്രകടമാക്കിയ ഒരാൾ ഫ്രാൻസിസ് അസീസിയാണ്. അസീസിയെ കാണാനായിട്ട് ക്ലാര വന്നു. ക്ലാര സുന്ദരിയായ പെൺകുട്ടി, നല്ല മനോഹരമായ കണ്ണുകൾ, അവളുടെ തലമുടി ഏകദേശം പാദം വരെ ഉണ്ടായിരുന്നു എന്ന് പറയുക, സ്വർണ്ണ തലമുടി.
അസീസി പറഞ്ഞ പെണ്ണ് നിനക്ക് എന്നാ വേണ്ടേ? അല്ല, ഞാനങ്ങേ കാണുവാനായിട്ട് വന്നതാണ്. എടി പെണ്ണെ, നിന്നെ കല്യാണം കഴിക്കാനോ കുഞ്ഞുങ്ങളുണ്ടാകാനോ എനിക്ക് ആഗ്രഹമില്ല. ഞാനൊരു നിസ്വനാണ്. ക്ലാര പറഞ്ഞു, പോടാ പോട്ടാ, നിന്നെ അതിനുള്ളിൽ ഞാൻ കാണാനായിട്ട് വന്നത്. എനിക്ക് നിന്റെ കാമത്തിൻ്റെ ഒരു അംശം വേണം, നിന്റെ പ്രാന്തിൻ്റെ. കാണിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് കണ്ട് ആൾക്കാരുടെ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയുക എന്നാണ് അസീസി പറഞ്ഞത്. ദൈവത്തിന് വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ഈ ഭ്രാന്താണ്. ആ ഭ്രാന്തിലേക്ക് ക്ലാര വന്നിട്ട് പറഞ്ഞടാ, നിനക്ക് ഈ ഭ്രാന്ത് കിട്ടിയിട്ടുണ്ട്, ആ ഭ്രാന്തിൻ്റെ ഒരു അംശം എനിക്കും തരണം. അപ്പൊ നമ്മുടെ ഈ ലോങ്ങിങ് എന്തിനോ വേണ്ടിയാണ്, ആർക്കോ വേണ്ടിയാണ്. അപ്പൊ എറിക് ഫ്രോമിനെ പോലെ ആൾക്കാർ പറഞ്ഞു, എൻ്റെ ഐഡന്റിറ്റി, ഉപാണീസ് നിരന്തരവാണികൾ പറയാൻ പോകുന്നൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. നമുക്കത് വിശ്വാസം ഒന്നും വരില്ല കേട്ടോ. ഞാൻ 800 കോടി ജനങ്ങളിൽ ഞാൻ ആരാണ്? ഞാൻ ഈ ഗ്രാമത്തിലെ ചെല്ലാനം ഗ്രാമത്തിൽ താമസിക്കുന്ന പാവപ്പെട്ട ഒരു വീട്ടിലെ പാവപ്പെട്ടവനായ ഒരു പയ്യൻ. എനിക്ക് 20 വയസ്സായി. ഞാൻ BA പഠിച്ചു. ജോലി കിട്ടാൻ വലിയ പാടുകേടാണ്. ഞാൻ അമ്മയെ സംരക്ഷിക്കേണ്ട ആളാണ്. ഞാൻ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഭാവി വലിയതായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. വലിയ വിദ്യാഭ്യാസമില്ലാത്ത, അധികം സൗന്ദര്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ വലിയ സ്ത്രീധനമില്ലാതെ മേടിച്ച് കല്യാണം കഴിക്കേണ്ടി വരും. 2 കുട്ടികളുണ്ടാകും. ഞങ്ങളിങ്ങനെ പുലർന്നു പോകും. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിന് മനോഹരമായൊരു പ്ലാനുണ്ട്. നമ്മുടെ ഈ ചെല്ലാനം പ്രദേശത്ത് ജൂഡ്സൺ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. 45 വയസ്സായി. ആ ജൂഡ്സൺ എറണാകുളത്ത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി, ഞാൻ ഒത്തിരി പരിപാടി പുള്ളികൾക്കുണ്ട്. അതിനകത്തൊരു പ്രധാനമായ പരിപാടി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ബാത്താണ്. ഞാൻ ഒരു തവണ സെൻറ്റ് ആൽബർട്ട്സിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറിയ വണ്ടി വന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു ചെറിയ വണ്ടീൻ്റെ പുറകിൽ ചെറിയൊരു കൂടാരം പോലെ, ഒരു ചെറിയ കൂടാരം കേട്ടോ, വലിയ ഫാൻസി ഒന്നുമല്ല. അപ്പം ആ വഴിയിലിരിക്കുന്ന ഒരു യാചകനെ അവരെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. ഇവനെ കൂടാരത്തിനുള്ളിലേക്ക് കയറ്റുന്നത് കണ്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ മിടുക്കനായിട്ട്, കാരണം ഇയാൾ കുളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, ഷേവ് ചെയ്തിട്ടില്ല, ആ ഒരു മുടിയെല്ലാം വെട്ടി അവനെ ഭംഗിയായിട്ട് കുളിപ്പിച്ചു. നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല മുണ്ടുമൊക്കെ എടുത്ത് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴേ ഒരു പുതിയൊരു മനുഷ്യനാണിത്. അപ്പം ഈ ജൂഡ്സൺ നമ്മളെ പോലെ വളരെ സാധാരണക്കാരൊരു മനുഷ്യൻ എങ്ങോ പ്രാർത്ഥനയിൽ വെച്ച് അയാൾക്കൊരാവേശമുണ്ടായി. ഈ ആവേശം എന്താണ്? എൻ്റെ ജീവിതം, അദ്ദേഹം കല്യാണം കഴിച്ച ആളാണ്, 2 മക്കളൊക്കെയുണ്ട്, എങ്കിലും എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ടുള്ള ഒരു തീരാത്ത ദാഹമാണിത്. അപ്പോൾ ഈ ദൈവം നമ്മളോട് പറയുക, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവത്തിന് നിശ്ചിതമായൊരു പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങൾ അബേഡിലേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പുതിയ മനുഷ്യരായി മാറുക മാത്രമല്ല, ഇവിടെ നൽകപ്പെടുന്നതായ വെളിച്ചങ്ങളിൽ, ഇവിടെ നൽകപ്പെടുന്നതായ സംസാരങ്ങളിൽ, കുർബാനകളിൽ, കൂട്ടായ്മകളിൽ ഞാൻ ആരാണ് എന്നുള്ള കാര്യത്തിൻ്റെ ചെറിയൊരു ദർശനം നിങ്ങൾക്കുണ്ടായാൽ നമ്മുടെ ഈ അബൈഡ് വിജയകരമായിട്ട് മാറി. നമ്മുടെ ലോകത്തിൻ്റെ അസ്വസ്ഥതകൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ആരാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ വലിയ അപകടകരമാണ്. ഞാൻ ലോകത്തിന് തന്നെ ഒരു അപകടമായിട്ട് മാറിയേക്കാം. ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ല എങ്കിൽ, ഞാൻ ആരാണെന്ന് അറിഞ്ഞവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തിരിക്കുന്നവർ. ഒരാൾ മദർ തെരേസയാണ് കേട്ടോ. ഞാൻ ആരാണെന്ന് അറിഞ്ഞവർ. അതെപ്പോഴാണ് അറിഞ്ഞത്? അവർ ഡാർജിലിംഗിലേക്ക് പോകുന്ന ട്രെയിനിൽ വെച്ചുകൊണ്ട് തന്നെ ക്രൂശിതനായ മിശിഹ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഇങ്ങനെ ലൊറേറ്റ സ്കൂളിൽ വളരെ മനോഹരമായ ഉടുപ്പുമെല്ലാം ഇട്ട് പണമുള്ള വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ നിന്നെ വിളിച്ചത്. നിന്നെ ചെക്കോസ്ലോവാക്യയിൽ നിന്ന് അമ്മ രോഗിണിയായിട്ട് കിടക്കുമ്പോഴേ ഞാൻ നിന്നെ വിളിച്ചത് എന്നോടുകൂടി ആയിരിക്കുവാനായിട്ടാണ്. അവിടെ വെച്ച് താൻ ആരാണെന്ന് മദർ തെരേസയ്ക്ക് മനസ്സിലായി. പിന്നെയുള്ള യാത്ര മുഴുവൻ മദർ തെരേസയുടെ തന്നെ കണ്ടെത്തിയ ഈ നിതാന്തമായ പ്രേമത്തിൻ്റെ ആളിനെ മറ്റു മനുഷ്യരിൽ കാണുവാനായിട്ടാണ്. നോക്കിക്കേ എത്ര സുന്ദരമായിട്ട് അത് വരിക. താൻ പ്രേമിക്കുന്ന ഒരാളുണ്ട്, അത് പറഞ്ഞു ഞാൻ ക്രൂശിതനായ മിശിഹായാണ് പ്രേമിക്കുന്നത്. കാമയില്ലാത്ത ആളല്ല കേട്ടോ. കാമം അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയിൽ വന്ന ഒരാളാണ് മദർ തെരേസ. വളരെ മനോഹരമായിട്ടാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളത് അന്ന് വളരെ കുഞ്ഞായിരിക്കാൻ മദർ തെരേസ മരിച്ച ഏകദേശം ആ മാസങ്ങളുടെ അടുത്താണ് പ്രിൻസസ് ഡയാന മരിച്ചത്. അവളുടെ മരണത്തിന് ശേഷം മദർ തെരേസയെ അവര് കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഈ സ്ത്രീക്ക് തൻ്റെ കാമത്തിന് ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ,
ക്രൂശിതനായ മിശിഹായും അവൻ്റെ പാവപ്പെട്ടവരും. പ്രിൻസസ് ഡയാനയ്ക്ക് ലോകത്തെ മുഴുവൻ വാരിപ്പുണരുവാനായിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സുഖസന്തോഷങ്ങളും വാരിപ്പുണരുവാനായിട്ടുള്ള തീരാത്ത ദാഹമുണ്ടായിരുന്നു. എറിക് ഫ്രോമിനെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ദൈവശാസ്ത്രജ്ഞന്മാർ വന്നു. കാൾ റാറയെ പോലെയുള്ള വളരെ ബഹുമാന്യരായ ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, നമ്മുടെ ഈ ദാഹം, നമ്മുടെ ഈ കാമം ആത്യന്തികമായിട്ട് ദൈവത്തിന് വേണ്ടിയാണ്. അഗസ്തീനോസിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത്. ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേയ്ക്കാൻ സൃഷ്ടിച്ചു, അങ്ങില് വിലയം പ്രാപിക്കുന്നതുവരെ, ഞങ്ങളുടെ ആത്മാവ് അങ്ങിലായിരിക്കുന്നതുവരെ ഞങ്ങൾ അസ്വസ്ഥനായിരിക്കും. അത് അഗസ്തീനോസ് പറഞ്ഞത് നമ്മൾ മരിച്ചതിന് ശേഷം അങ്ങോട്ട് പോകുന്ന കാര്യമല്ല. അഗസ്തീനോസ് പറഞ്ഞത്, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ, ഞാൻ ഈ മണ്ണിലായിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ നിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന സമയം വരെ ഞാൻ അസ്വസ്ഥയായിരിക്കും, ഞാൻ അസ്വസ്ഥനായിരിക്കും. അവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് സാവധാനം ആരംഭിക്കേണ്ടത്. ഇതാണ് നമ്മുടെ റൂട്ട് കോസ് കിടക്കുക. നമ്മുടെ ഈ അസ്വസ്ഥതകൾ, നമ്മുടെ ഈ പ്രയാസങ്ങൾ, നമ്മുടെ ഈ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിലേക്കുള്ള യാത്രയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ എൻ്റെ ആത്മാവിനെ ബന്ധപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം വലിയ വ്യത്യാസം ഉണ്ടാകുന്നുള്ള കാര്യമാണിത്. നമ്മുടെ ഈ കുമ്പസാരം, ഈ മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുക എൻ്റെ ആത്മാവിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ചിലർക്കത് പരാജയമാണ് കേട്ടോ. നിരന്തരമായിട്ട് പരിശ്രമിച്ചിട്ടും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു ചിലർക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാത്തതായ സ്നേഹമാണ്. ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പനിൽ നിന്ന് എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് ലഭിക്കുവാൻ അവർ കൊതിച്ചു നിൽക്കുകയാണ്. പക്ഷെ അപ്പൻ അത് പറയില്ല. വേറെ ചിലർക്ക് തന്നെ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ആരുമല്ല എന്നുള്ളൊരു ഒരു തീരുമാനമാണ്. അഴകില്ല, കഴിവില്ല, പ്രാപ്തിയില്ല. ഞങ്ങളുടെ 3 മക്കളിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എന്താണ് ചെയ്യുക? അപ്പോൾ നമ്മുടെ ഈ വേദന, നമ്മുടെ ഈ പ്രയാസം നിരന്തരമായിട്ട് ഇതിനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിനെ സാവധാനം, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, ഞാൻ വൈക്കത്തു നിന്നാണ് വരിക. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അന്നത്തെ കാലത്ത് 1950കളിൽ മനുഷ്യർക്ക് ചിലപ്പോൾ ഭ്രാന്ത് വരും. ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ അന്ന് കുസുമഗിരി ആശുപത്രിയൊന്നുമില്ല. ആ കുസുമഗിരി ആശുപത്രി പോകുന്നതിന് പകരമായിട്ട് അവർ കാണാൻ പോകുന്നത് നമ്മുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരാളെയാണ്, ഈ ചങ്ങലകൾ ഉണ്ടാക്കുന്ന ഒരാളെ. ചങ്ങല കൊണ്ടുവന്നിട്ട് അയാളെ മുറിയിലേക്ക് പൂട്ടിയിടുകയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ ജനാലിക്കൽ പോയിട്ട് ഈ ഭ്രാന്തനായിട്ട് കിടക്കുന്നൊരു മനുഷ്യനെ, അവനൊരു കാഴ്ച വസ്തുവാണ്. അപ്പം ആരും അവനെ അഴിച്ചുവിടില്ല. കാരണം താക്കോല് വേറെ വല്ല സ്ഥലത്തുമാണ് വെച്ചിരിക്കുക. അപ്പോഴ ഭാര്യ ഈ ജനലിലൂടെ കൊണ്ട് ഭക്ഷണം കൊടുക്കും. അവൻ അവിടെ കിടന്ന് അലറും, ബഹളമുണ്ടാക്കും. നമ്മൾ നോക്കി ഉമിനീര വായിലൂടെ ഒഴുകി വരുന്നതായിട്ട് കാണാം. ഒരു ദയനീയമായ അവസ്ഥയാണ്. പിള്ളേരാകുമ്പോൾ നമുക്കവനെ കല്ലെടുത്തെറിയാനായിട്ട് പോലുള്ള പ്രലോഭനങ്ങളുണ്ടാകും. നമ്മുടെ പലരുടെയും സ്ഥിതി ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ സ്വതന്ത്രരായ മനുഷ്യരാണ്, നമ്മൾ പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്, കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എങ്കിൽ തന്നെ നമ്മുടെ ആത്മാവിനെ നമ്മൾ എവിടെയോ തളച്ചിട്ടിരിക്കുകയാണ്. ആ തളച്ചിട്ടിരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് ഈ അബൈഡ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ചിലരത് ഒരു പ്രത്യേകമായ പ്രേമത്തിലാണ്, ചിലർ പഠനത്തിലാണ്, ചിലർ അമിതമായ അംബീഷൻ, ആഗ്രഹങ്ങളിലാണ്, വേറെ ചിലർ വേറെ എവിടെയെങ്കിലും ആകാം. ഞാനൊരിക്കലും ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയുണ്ടായി. അവളുടെ അപ്പൻ ആരാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ആരെന്തെല്ലാം സ്നേഹം കൊടുത്താലും, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചൊരു കുട്ടിയാണ്, അവൾ അസ്വസ്ഥയാണ്. കാരണം അവൾ പറയണത് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അപ്പനെ കണ്ടെത്തണം. നിവൃത്തിയുള്ളൊരു കാര്യമായിരുന്നില്ല. അവൾ അപ്പനാണെന്ന് പറയുന്നയാളുടെ DNA ടെസ്റ്റ് നടത്തി. അവൾ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. അപ്പൊ ഈ ആത്മാവിനെ അവളെ തളച്ചിട്ടിരിക്കുകയാണ്. ക്രൂശിതനായ മിശിഹായോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്റെ അപ്പനാണ്. ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് മിശിഹായാണ്, നീ അവിടെ നിന്റെ ഫോക്കസ് മുഴുവൻ അവിടെ ആകേണ്ടതാണ്. അത് അവളെ സമാധാനിപ്പിച്ചില്ല. അവളെ സമാധാനിപ്പിക്കുന്ന ഇല്ലാത്തതിൻ്റെ കാര്യം അവള് തന്നെ തളച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈദികരാകാം, മെത്രാന്മാരാകാം, സിസ്റ്റേഴ്സ് ആകാം, ആരുമാകാം.
എന്നെ എവിടെ തളച്ചിട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടെത്തുവാനായിട്ട് പോകുക. എൻ്റെ കാമങ്ങൾ എവിടെയാണ്? ചിലപ്പോൾ നമ്മുടെ കാമങ്ങൾ നമ്മളെ പഠനത്തിലായിരിക്കാം. വളരെ ശക്തമായിട്ട് എന്നെ പഠിക്കുക, വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മുടെ പറയുക, നമ്മുടെ ബന്ധങ്ങൾ 3 ലെവലിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം. ഒന്ന്, നിങ്ങളെ തന്നെ കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരവസ്ഥ. ഞാൻ ആരാണ്? ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായൊരു കാര്യം ഈശോയോട് ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ. അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈശോയ്ക്ക് തോന്നുകയുണ്ടായി. കാരണം അതാണ് ഈശോയെ മുന്നോട്ട് നയിച്ചതായ ശക്തിയുടെ പ്രചോദനം. ദൈവം തന്നെ പറയുകയാണ്, നീ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. നമ്മളെല്ലാവരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അതാണ്. ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളോട് പറയുന്നു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ കേട്ടിട്ടുള്ള ആൾക്കാർ വളരെ പ്രിയപ്പെട്ടവരെ വളരെ സെക്യൂറാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ശാന്തതയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ശാന്തത എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടില്ല. ആ ശാന്തത ആളുകൾക്കുണ്ടാകുന്നത് ജീവിതത്തിൽ എവിടെയോ വെച്ച് ആരോ അവരോട് പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഞാൻ ചില വീടുകളിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, മകളെ അടുത്ത് നിർത്തി പിടിച്ചു നിർത്തി അമ്മ പറഞ്ഞു കൊടുത്തു, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, നീ കാര്യമായിട്ട് ഒന്നും ചെയ്യണമെന്നില്ല, എൻ്റെ പൊന്നുമോളെ നിനക്കൊരു ചെറിയ ജോലിയാണേലും മതി, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ചില വൈവാഹിക ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. സ്ത്രീകളെ പ്രസവിച്ച് കഴിയുമ്പോൾ ഒരസുഖം അവരുടെ വിഷാദം അവരെ പിടികൂടും. കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കില്ല, പാല് തിളപ്പിക്കില്ല, വീടടിച്ചു വാരില്ല, വൃത്തിയായിട്ട് നടക്കില്ല. അങ്ങനെ വരുമ്പോൾ 2 സാധ്യതകളാണ് ഉണ്ടാകുക. ചില ഭർത്താക്കന്മാർ അവരെയും കൊണ്ട് കുസുമഗിരി ആശുപത്രിയിലേക്ക് പോകും, സൈക്കാട്രിക് ഹെൽപ്പ് കിട്ടാനായിട്ട്. അവളെ പ്രാന്തിയായിട്ട് മാറുകയാണ്. വേറെ ചിലരുണ്ട്, അവളുടെ കൂടെ കയറി കിടന്ന് വർത്തമാനം പറഞ്ഞ് ആശ്വസിപ്പിച്ച്, സൂസി, ഡെയ്സി, നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നോട് കൂടിയുണ്ട്, നിന്റെ തോമസ് അല്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് സാവധാനം അവളുടെ വിഷാദരോഗം മാറ്റിയെടുക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നുള്ള ആഴമായ ബോധ്യം പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് വരിക, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിലാണ് വരിക. ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും തിന്നാനും കുടിക്കാനും രസിക്കാനും രമിക്കാനുമൊക്കെ ആളുകളുമായിട്ട് ബന്ധപ്പെടും. ഇവിടെ പറഞ്ഞൊരു പ്രധാനമായൊരു കാര്യം, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ വളരെ വിഷമിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗികളുമായിട്ടുള്ളവരെ നിങ്ങളുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടാകും. സങ്കടപ്പെടുന്നവര്, കരയുന്നവര്, ചിലപ്പോഴൊക്കെ ചില പള്ളികളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ യൂത്തിനെ കാണാറുണ്ട്. അവരെ സംബന്ധിച്ചുള്ളൊരു പ്രധാനമായൊരു കാര്യം പറയുക, അവരെ ആരെ സഹായിക്കാനും റെഡിയാണ്. ഏത് പാവപ്പെട്ട വീട്ടിലും ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാനായിട്ട് ഈ ചെറുപ്പക്കാരെടുക്കുന്ന മഹനീയമായ താല്പര്യം കാണുമ്പോൾ നമുക്കറിയാം, അവർ തങ്ങളെ തന്നെ കണ്ടെത്തിയ മനുഷ്യരാണ്. നമ്മളെ തന്നെ കണ്ടെത്തിയിട്ട് നമ്മളെ സംതൃപ്തരാക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ കൈകളെ മറ്റുള്ളവരിലേക്ക് നീങ്ങുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ഞാൻ മറ്റുള്ളവരിലേക്ക് എൻ്റെ കൈകൾ നീട്ടുകയാണ്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ടുണ്ട്, ഞാൻ നിന്നോടുകൂടിയുണ്ട്. നമ്മൾ പലപ്പോഴും യുവജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ സമീപിക്കുക യുവജനങ്ങളെ തന്നെയാണ്. കൂട്ടുകാരോട് പറയും, നീ അവനെ ഒന്ന് സഹായിക്കണം, നീ അവനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. മൂന്നാമതായിട്ട് വരിക, പരമശക്തിയായ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. അത് നിരന്തരമായിട്ട് ഈ അബൈഡിൽ പറയും. ഒരു പുതിയ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുക, അവര് ദൈവത്തിൽ നിന്ന് സാവധാനം അകന്നകന്നു പോകുകയാണ്. അകന്നകന്നു പോകുന്നതിന് ഒരു കാര്യം അവർ പറയുക, ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന എല്ലാ നല്ല കാര്യങ്ങളും ലഭിച്ചാൽ മതി, വേറൊരു ലോകമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുള്ള കാര്യമൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ളവനല്ല ദൈവം. ഇന്ന് ഇവിടെ നിങ്ങളായിരിക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ദൈവം. അപ്പോൾ നമ്മുടെ കാമങ്ങൾ, നമ്മുടെ മോഹങ്ങൾ എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നതെന്ന് നിരന്തരമായിട്ട് കണ്ടെത്തുവാനായിട്ടുള്ള പരിശ്രമത്തിലാണ് അബൈഡിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക. ഇന്ന് കുമ്പസാരത്തിൻ്റെ ദിവസമാണ്.
നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. എൻ്റെ ആഗ്രഹങ്ങൾ എവിടെയാണ് കിടക്കുക? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ പിറകിലുള്ള ശക്തി എന്താണ്? ഞാൻ അസൂയയുടെ വ്യക്തിയാണോ, അഹങ്കാരത്തിൻ്റെ വ്യക്തിയാണോ? എനിക്ക് തൻപോരിമയുണ്ടോ, ഞാൻ ധാർഷ്ട്യം കാണിക്കുന്നുണ്ടോ? അതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് കാണുന്നതായിട്ടുള്ള സൂചനകളാണ്. ഇതിൻ്റെ താഴെ, ഇതിൻ്റെ അടിയിൽ പരമമായ വേറൊരു കാര്യമുണ്ടാകും. ആ കാര്യം ദൈവത്തിന് വേണ്ടിയുള്ള എൻ്റെ ദാഹമാണ്. ആ ദാഹത്തെ സമീപിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് മാറുക. അതുകൊണ്ട് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങളെ അറിഞ്ഞിരിക്കുക. നിങ്ങളുടെ പൊക്കം, നിങ്ങളുടെ നിറം, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ വരുന്ന വീട്, അത് അംഗീകരിക്കുക. വേറെ നിവൃത്തിയൊന്നുമില്ല കേട്ടോ. നിങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക മാതാപിതാക്കന്മാരുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അത്ര പിടിച്ചെന്ന് വരില്ല. നിങ്ങൾക്ക് പിന്നീട് പിടിക്കും. 10-15 വയസ്സാകുമ്പോഴേ മാതാപിതാക്കന്മാരെയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കാരണം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ പോലെ തന്നെയാണ്. അവിടെ എല്ലാ കുറവുകളും നിങ്ങൾക്കുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്നു, നിങ്ങൾ അതിനെ സ്നേഹിക്കുക. അതായിരിക്കുന്ന രീതിയിൽ എല്ലാവരും വലിയ മഹാന്മാരാകാനായിട്ട് പോകുന്നില്ല കേട്ടോ. എല്ലാവരും വലിയ പഠിത്തമുണ്ടാകാനായിട്ട് പോകുന്നില്ല. ദൈവത്തിന് നിങ്ങളെ സംബന്ധിച്ച് വളരെ മനോഹരമായൊരു പ്ലാനുണ്ട്. ഞങ്ങളുടെ ബസിലിക്ക പള്ളിയിൽ എല്ലാ ദിവസവും 6 മണിയാകുമ്പോഴേ ഒരാൾ കുർബാനയ്ക്ക് വരും. വൈകുന്നേരം 6 മണിക്ക്. അത് ഉദയപേരൂർ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാറുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരൻ, ഇപ്പോൾ ഒരു 40 വയസ്സ് കാണും. അപ്പോൾ അത് അടുത്തുള്ളൊരു അരിക്കടയിൽ കണക്കെഴുതുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ശമ്പളം എത്രയാണ്? അവൻ പറഞ്ഞു 13,000 രൂപ ശമ്പളമേ ഉള്ളൂ. എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 20 വർഷമായി. ഇപ്പം രാവിലെ വന്ന് വൈകുന്നേരം വരെ അരിക്കടയിൽ കണക്കെഴുതുകയാണ്. അതിൻ്റെ ഇടയിൽ ഓടി വന്ന് കുർബാന ഇട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ്? പറഞ്ഞു, ഒരു രോഗിയായ അമ്മച്ചിയുണ്ട്. ഞാൻ ചോദിച്ചു, മക്കൾ എത്ര പേരുണ്ട്? മക്കൾ 3 പേരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? മൂത്തയാൾ സ്കൂളിൽ പോകുന്നില്ല, മാനസിക വൈകല്യമുള്ള 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. മറ്റു 2 കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ രോഗത്തിനും പ്രയാസങ്ങൾക്കും എല്ലാം ഇടയിൽ താൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അപ്പോൾ അയാൾ പറഞ്ഞു, വീട്ടിലെ ഭാര്യയുണ്ട്. ഭാര്യ നല്ലൊരു സ്ത്രീയാണ്. ഞങ്ങൾ 1-2 ആടിനെയൊക്കെ വളർത്തുന്നുണ്ട്. അവൾ അമ്മച്ചിയെ നോക്കും, ഈ മകളെയും നോക്കും. ഈ 13,000 രൂപ കൊണ്ട് വലിയ ചിലവൊന്നുമില്ലാതെ ഞങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. ഞാൻ പറഞ്ഞു, നിന്റെ കാലൊന്ന് തൊട്ട് വന്നിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ദൈവം നൽകിയതായ പ്രത്യേകമായ അവസ്ഥയിൽ നമ്മളെ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. വീട്ടിലേക്ക് പോകുമ്പോൾ അവനറിയാം വീട്ടിൽ രോഗിയായ അമ്മച്ചിരിപ്പുണ്ട്. മൂത്ത മകള് മാനസിക വൈകല്യമുള്ള ആളാണ്. വീട്ടിൽ നല്ല ഷർട്ട് വാങ്ങിക്കാനോ വലിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കാനോ നമ്മുടെ ഈസ്റ്റ് വരുമ്പോൾ 4 തരത്തിലുള്ള ഇറച്ചി വാങ്ങിക്കാനോ ഒന്നും സാധിക്കില്ല. അതൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. ദൈവം നൽകിയതായ ഈ പ്രത്യേകമായ സാഹചര്യത്തെ സ്നേഹിക്കുകയും അതിനെ പുലുകുകയും ചെയ്തുകൊണ്ട് എനിക്കില്ലാത്തതായ സമാധാനം അയാൾക്കുണ്ട്. അയാൾ ആകുലപ്പെടുന്നില്ല. അയാൾ ബൈബിളിൽ ജീവിക്കുന്നയാളാണ്. POC ബൈബിള് വായിക്കുക മാത്രമല്ല, ബൈബിളിൽ ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആകാംക്ഷപ്പെടരുത്. ആകാംക്ഷപ്പെടാതെ ജീവിക്കുന്നവരായ മനുഷ്യ ജന്മങ്ങൾ, അവരാണ് ഈ മണ്ണിൻ്റെ സുഹൃതം. നിങ്ങൾ പോയിട്ട് മണ്ണിൻ്റെ സുഹൃതമായിട്ട് മാറണം. പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കണം. ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠയോടെ നന്നായിട്ട് ജോലി ചെയ്യണം. ആ ജോലി ചെയ്തിട്ട് നമുക്ക് അർഹിക്കുന്നതായ വേതനം ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജോലിയുടെ ആത്മാർത്ഥത കാണിക്കണം. ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് സമാധാനം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപമോചനം വഴിയല്ല, സുവിശേഷം പറയുന്നതായിട്ടുള്ള ജീവിതം നിരന്തരമായി ജീവിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന് സാക്ഷികളാകുവാനായിട്ട് നിങ്ങളെ വിളിക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.